സന്ധികളുടെ തേയ്മാനം പ്രായമായവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത്. കൈകാൽ മുട്ടുകളുടെ തേയ്മാനത്തിനും നാശനത്തിനുമുള്ള ഒരു അത്യാധുനിക ചികിത്സാ രീതിയാണ് ആർത്രോസ്കോപ്പി. വളരെ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരനും പ്രാപ്യമായ ഒരു ചികിത്സാ രീതിയാണ് ഇത്. മെഡിസിറ്റി മെഡിവിഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബോൺ സംബന്ധമായ ഒരു അസുഖത്തെക്കുറിച്ചാണ്. എല്ല് സംബന്ധമായ അസ്ഥിരോഗ സംബന്ധമായ ആർത്രൈറ്റിസ് എന്ന് പറയും. ഒരു വാദത്തിൻ്റെ ഒരു വകഭേദം. ഇതുമൂലം ധാരാളം ആൾക്കാർ ഇന്ന് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്പോയിൽ ചെയ്ത്, അതായത് വേദനയോടുകൂടിയും നല്ലപോലെ നടക്കാൻ പറ്റാതെയും ഇരിക്കാൻ പറ്റാതെയും യാത്ര ചെയ്യാൻ പറ്റാതെയും സ്റ്റെപ്പ് കയറാൻ പറ്റാതെയും വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്നൊരവസ്ഥ പ്രായമുള്ളവരിലാണ് അത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് ഒരു പൂർണ്ണ വിവരം തരാനും ഒരു ഡിസ്ക്രിപ്ഷൻ തരാനും നമ്മളോടുള്ള ഒരു യങ് എനർജറ്റിക് ഫേമസ് ഡോക്ടറാണ് ഡോക്ടർ നൈജു അജ്മുദ്ദീൻ. അദ്ദേഹം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് മെഡിസിറ്റിയിലെ കോർഡിനേറ്റർ ആൻഡ് കൺസൾട്ടൻറ്റ് ഓർത്തോപെഡീഷ്യനാണ്. അതുകൂടാതെ ഡിവിഷൻ ഓഫ് ട്രമറ്റോളജി ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഡിവിഷനിലെ മേധാവി കൂടാണ്. നമുക്ക് ഡോക്ടറിനെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ഒരു പെയിൻഫുൾ ലൈഫ് അതുമൂലം ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് സ്പോയിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇതിപ്പോൾ അവർക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്കും കൂടെ ഒരു ബേർഡനായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. എന്താണ് ഈ ആർത്രൈറ്റിസ്? ആർത്രൈറ്റിസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ജോയിൻറ്റിൻ്റെ പ്രതലങ്ങൾക്ക് വരുന്ന തേയ്മാനം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. വെയർ ആൻഡ് ടെയർ ഓഫ് എ ജോയിൻറ്റ്, അതിനെയാണ് തേയ്മാനം എന്ന് ബേസിക്കലി നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു വകഭേദമാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ജോയിൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ, ഒരു ബേസിക് ആയിട്ടൊരു ജോയിൻറ്റ് എന്ന് പറയുന്നത് രണ്ട് സന്ധികൾ ബന്ധിക്കുന്ന ഏത് ഭാഗത്തെ നമ്മൾ ജോയിൻറ്റ് എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ജോയിൻറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഹിഞ്ച് ജോയിൻറ്റ്, സാഡൽ ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഒരുപാട് തരത്തിലുള്ള ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ബോൺസിനെ ബന്ധിപ്പിക്കുന്ന ഏത് ഭാഗത്തിനെ നമ്മൾ ജോയിൻറ്റ് എന്ന് പറയും. നമ്മൾ നോർമൽ ജോയിൻറ്റ് എന്ന് യൂസ് ചെയ്യുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ ബോണിനും രണ്ട് ബോണിനും ഇടയ്ക്ക് അന്നേരം മറ്റ് പല സംഗതികളുണ്ട്. പല സംഗതികൾ കൊണ്ടാണ് ഒരു ജോയിൻറ്റ് ഉണ്ടാകുന്നത്. രണ്ട് എല്ലുകൾ മാത്രം വെച്ചാൽ ജോയിൻറ്റ് ആവില്ല. ആ എല്ലുകളെ ബന്ധിപ്പിക്കുന്ന പേശികൾ, എല്ലുകൾ തമ്മിൽ തട്ടാതിരിക്കാൻ അതിനിടയിലിരിക്കുന്ന കുഷൻ എഫക്ട്സ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ഫ്ലൂയിഡ് ഉണ്ട്, ഒരുപാട്. ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലല്ലോ. അതാണ് ആ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. മടങ്ങിയും നിവരുകയും ചെയ്യുന്ന ഒരു ഇത് മാത്രമായിട്ട് കൺസെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹൈലി കോംപ്ലിക്കേറ്റഡ് ഒരു മേക്കപ്പ് തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് മേജർ ജോയിന്റ്സ്? നമ്മൾ മേജർ ജോയിന്റ്സ് ഓൺ ബോഡി എന്ന് പറയുന്നത് ഹിപ്പ്, നീ, പിന്നെ ഷോൾഡർ, എൽബോ, ഈവൻ സ്മോൾ ജോയിന്റ്സ്. ഈ ജോയിന്റ്സിനെല്ലാം ഇത് വരാമോ? തേയ്മാനം ഏത് ജോയിന്റിനും വരാം. മൂവബിൾ ജോയിന്റ് ആയിട്ടുള്ള ഏത് ജോയിന്റിനും തേയ്മാനം. കൂടുതൽ യൂസ് ചെയ്യുന്ന ജോയിന്റ്സിന് എല്ലാത്തിനും തേയ്മാനം വരാം. പിന്നെ തേയ്മാനം എന്ന് പറയുന്നത് വെറും ഒരു പ്രായസംബന്ധമായിട്ടുള്ള പ്രശ്നമായിട്ട് എടുക്കാതെ മറ്റ് പല അസുഖങ്ങളുടെ ബാക്കി പത്രമായിട്ടും നമുക്ക് തേയ്മാനം വരാം. ഏജ് ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പറയാം. ആൾക്കാർ ഇത് കൂടുതലും വരാവുന്ന ഏജ് ഗ്രൂപ്പ് പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ടിൽ ഏജ് ഓഫ് 50-55 ഇയേഴ്സ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏകദേശം ഒരേ രീതിയിലാണ് തേയ്മാനം വരാനുള്ള സാധ്യത പറയുന്നത്. പക്ഷേ ഒരു 50 വയസ്സിന് ശേഷം, അതായത് പോസ്റ്റ് മെനോപോസൽ പീരീഡ്, ആർത്തവിരാമം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകളിൽ സ്ത്രീകൾക്ക് തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നിരന്തരം ഒപിയിൽ കണ്ടുവരുന്ന ആൾക്കാരിൽ കൂടുതലും സ്ത്രീകൾ തന്നെയായി മാറുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ജോലിയും നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ട് സാർ. ഇപ്പോൾ ഇതിന് പറയുകയാണെങ്കിൽ വാട്ട്സ് ദ കോസ് ഓഫ് തേയ്മാനം, അതെ, അങ്ങനെ ഒരു കോസ് നമുക്ക് പറയാൻ പറ്റില്ല. എറ്റിയോളജി എന്ന് പറഞ്ഞൊരു പ്രശ്നം തേയ്മാനത്തിന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും പ്രീഡിസ്പോസ് ചെയ്യുന്നുണ്ട്.
പല കാര്യങ്ങളുടെയും ആ ബാക്കി പത്രമായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഏജ് ഉണ്ടാവാം, സെക്സ് ഉണ്ടാവാം, ഹെറിഡിറ്ററി പാരമ്പര്യം എന്നുള്ളൊരു രീതിയും അതിനകത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് തുടക്കത്തിൽ ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് ആർത്രൈറ്റിസ് ഒബ്വിയസ്ലി പെയിൻ തന്നെയാണ്. പിന്നെ ഒരു കോമൺ ഫാക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണോ എന്തെങ്കിലും എന്ത് കാരണം കൊണ്ട് വേണമെങ്കിലും ആദ്യം വരാവുന്നൊരു സിംറ്റം പെയിനാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഏതൊരു മുട്ടുവേദനയും ഏതൊരു ഇടുപ്പ് വേദനയും തേയ്മാനം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. ആരുടെ ചോദിച്ചാലും മുട്ടിന് വേദനയുണ്ട്, തേയ്മാനം കൊണ്ടാണ് ഡോക്ടറെ അവർ തന്നെ പറയും. തേയ്മാനം ഉണ്ടോ എന്ന് നോക്കൂ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ആൾക്കാർ വരുന്നത്. പക്ഷേ ഒരു വേദന അതൊരു തേയ്മാനം കൊണ്ടാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ്. ദാറ്റ്സ് എ ഡോക്ടർ ടു ഡിസൈഡ്. അത് ഡോക്ടറിൻ്റെ ജോലി ഡോക്ടറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പെയിൻ എന്താണ് കോസ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് തേയ്മാനം കൊണ്ടുള്ളതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ? ആ കാരണം പിന്നീട് തേയ്മാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാമോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യേണ്ടതും ഡയഗ്നോസ് ചെയ്യേണ്ടതും ഡോക്ടേഴ്സിൻ്റെ. ടൈപ്സ് ഉണ്ടോ ഇതിനകത്ത്? ആർത്രൈറ്റിസ് തന്നെ പല ഇതിൽ 2 മേജർ ടൈപ്സ്. അതൊന്ന് പ്രൈമറി ടൈപ്പും സെക്കൻഡറി ടൈപ്പും. പ്രൈമറി എന്ന് പറയുന്നത് വ്യക്തമായിട്ടൊരു കാരണം നമുക്ക് പറയത്തക്ക ഇല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പ്രായം അനുസരിച്ച് വരുമ്പോൾ ഉള്ള വെയർ ആൻഡ് ടെയർ കൊണ്ടുവരുന്നുള്ള തേയ്മാനത്തിന് പ്രൈമറി ഓയ എന്ന് പറയും. സെക്കൻഡറി ഓയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുട്ടിന് നേരത്തെ ഉണ്ടായ ഒരു പൊട്ടൽ, ആ ജോയിൻ്റ് ഇൻവോൾവ് ചെയ്യുന്നൊരു പൊട്ടലുണ്ടായിരുന്നു, നമ്മളൊരു സർജറി ചെയ്തിരുന്നു. അല്ലെങ്കിൽ മുന്നേ ഒരു അസുഖം വന്നിരുന്നു, യൂറിക് ആസിഡ് കൂടുതലുണ്ട്, ഗൗട്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ TBയുടെ പ്രശ്നമുണ്ട്. അതെല്ലാം ചികിത്സിച്ച് ഭേദമായതിനു ശേഷം നമുക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് സെക്കൻഡറി ഓയ എന്ന് പറയുന്നത്. ദർ ഇസ് എ പ്രീഡിസ്പോസിങ് കോസ് ഉണ്ട്, വ്യക്തമായൊരു കോസ് ഉണ്ട്. ഫാമിലിയിലും ഉണ്ടല്ലേ? ഫാമിലിയിൽ ഹെറിഡിറ്ററി എല്ലാം ഓൺ ദ സ്റ്റഡി ഫേസിലാണ്. നമുക്കൊരു പ്രൂവൺ ആയിട്ട് ഇപ്പോൾ അച്ഛന് തേയ്മാനം ഉണ്ടായിരുന്നു, മോക്ക് തേയ്മാനം വരും എന്ന് പറയേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കുട്ടികളിൽ ഇത് കോമൺ അല്ലെങ്കിൽ ഇത് വരുമോ? തേയ്മാനം ആസ് സച്ച് കുട്ടികളിൽ വരാറില്ല. പക്ഷേ കുട്ടികളിൽ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട് ഭാവിയിൽ അവർക്ക് ഒരു 50-60s വരേണ്ട ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ചേഞ്ചസ് കുറച്ചും കൂടെ ഏർലി ആയിട്ട്. ഇമാജിൻ ഇപ്പോൾ ഹിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ കുഞ്ഞുകാലങ്ങളിൽ ഇപ്പം സെപ്റ്റിക് ആർത്രൈറ്റിസ് വന്നൊരു കുട്ടിയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ഓപ്പൺ ആർത്രോട്ടമി സർജറിയൊക്കെ ചെയ്തിട്ടുള്ള കുട്ടിക്ക് ഇറ്റ്സ് എ പോസിബിലിറ്റി ദാറ്റ് ഒരു ജോയിൻ നമ്മൾ ഡീറേഞ്ച് ചെയ്തു. അപ്പോൾ അതിനൊരു തേയ്മാനം വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പം പെർത്തീസ്, സ്ലിപ്പ് ക്യാപിറ്റൽ ഫീമൽ എപ്പിഫൈസ് എന്നൊക്കെ ഒരുപാട് രീതികളുണ്ട്. അതിലൊക്കെ തലഭാഗം നശിച്ചു പോവുകയും പിന്നീട് തേയ്മാനം വരുന്നൊരവസ്ഥ നമുക്കിത് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വരണമെന്ന് പറഞ്ഞു, ഡോക്ടറെ അടുത്ത് വരുന്നു, എന്താണ് ഡോക്ടറുടെ അടുത്ത സ്ട്രാറ്റജി? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇതാണ് എന്നുള്ളത്? പേഷ്യൻ്റ് യൂഷ്വലി കംസ് വിത്ത് പെയിൻ, ഒരു ഡിസ്കംഫോർട്ട് ഇൻ ഹിസ് ലൈഫ് സ്റ്റൈൽസ്, അങ്ങനെയൊക്കെയാണ് പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ ഒരു ഓർത്തോപെഡിക് സർജൻ്റെ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ തന്നെയാണ്. ഒരു എക്സ്റേ എടുത്ത് നോക്കുന്നു. ബിഫോർ എക്സ്റേ വി ഡു സം ക്ലിനിക്കൽ എക്സാമിനേഷൻസ്, എഫ്യൂഷൻ ഉണ്ടോ, നീർക്കെട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എക്സ്റേക്കകത്ത് നമുക്ക് നീര് വരാമോ ഈ വേദനയുടെ കൂടെ? ഒബ്വിയസ്ലി നീര് വരാം. എഫ്യൂഷൻ എന്നാണ് അതിന് പറയുന്നത്. നീർക്കെട്ട് വരാം. ഇപ്പോൾ പലരും വരുന്നത് നമുക്ക് ജോയിനകത്തുള്ള ഫ്ലൂയിഡ് തീർന്നു പോയി, എനിക്ക് തേയ്മാനം വന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ കണ്ടുവരുന്ന ഫ്ലൂയിഡ് കൂടി നിന്നിട്ട് നമുക്ക് ഈ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണാമോ? ഈ റെഡ്നെസ് നമ്മൾ ആ സ്കിന്നിലെ ചേഞ്ചസ് കാണത്തില്ല. നോർമൽ എഫ്യൂഷൻ ആണെങ്കിൽ സ്കിന്നിൽ ചേഞ്ചസ് കാണേണ്ട കാര്യമില്ല. എക്സെപ്റ്റ് ആ നീയുടെ ഷേപ്പ് മാറി നിൽക്കും, ഇച്ചിരി വീങ്ങി നിൽക്കുന്ന നമുക്ക് തോന്നും. സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് പ്രോസസ്സിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അണുബാധയുടെയോ അല്ലെങ്കിൽ അങ്ങനെ വരാം. അപ്പം പല വീക്കമായിട്ട് വരുന്ന കേസസ് നമ്മൾ ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും സെപ്റ്റിക് ആർത്രൈറ്റിസ്, അണുബാധയുള്ള ജോയിൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സ്റേ എടുത്തു, അല്ലെങ്കിൽ അടുത്ത എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള കാര്യം മനസ്സിലാകും. തേയ്മാനത്തിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രത്തോളം ഉണ്ട്, തേയ്മാനത്തിൻ്റെ ഫീച്ചേഴ്സ് എത്രത്തോളം ഉണ്ട് നോക്കും. അപ്പം ഒരു ഏർലി സ്റ്റേജ് ഓഫ് ഓയിലൊക്കെ ഏകദേശം ആ എക്സ്റേ വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് മതിയാകും. ആൻഡ് വി സ്റ്റാർട്ട് വിത്ത് ഒരു കൺസർവേറ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതിപ്പോൾ പെയിന് വേണ്ടിയിട്ടുള്ള അനാൽജസിക്സ് കൊടുക്കും, ഫിസിയോതെറാപ്പി ഉണ്ട്, പിന്നെ ഹോട്ട് കംപ്രഷൻ, നോർമൽ ലോക്കൽ ആപ്ലിക്കൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കും. പിന്നെ വി അഡ്വൈസ് ദം ദ കോസ് ഓഫ് പെയിൻ. നിങ്ങൾ എന്ത് ജീവിതചര്യ കൊണ്ടാണ് നിങ്ങൾക്ക് ആ വേദന വരുന്നത്, അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അത് നമ്മുടെ പോപ്പുലേഷൻ ഒത്തിരി വ്യത്യാസം വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു കേരള സിനാരിയോയിലോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ അത് പറഞ്ഞാൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഫോറിൻ കൺട്രീസിൽ പറയുന്ന കണക്ക് നമുക്ക് കയറി പറയാൻ പറ്റില്ല. 10 ദിവസത്തേക്ക് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഡോക്ടറിനെ പോയി കാണുമെന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടക്കും. സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ല ഇനിഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് കമ്മിങ് വിത്ത് എ ലോങ് സ്റ്റാൻഡിങ് പ്രോബ്ലം, അപ്പോൾ ഒരു 6 വർഷം 8 വർഷം 10 വർഷമായിട്ട് നിൽക്കുന്നു,
ഡിഫോമിറ്റീസ് വന്നു തുടങ്ങി, കാലിന് വളവുകൾ തോന്നുന്നു, then we go for further investigations. Yeah.